ഷഹീദ്, നമ്മൾ ഇപ്പോൾ ഒ പി മിശ്ര ഡയറക്ടർ നാഷണൽ സീസ്മോളജി അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോഴും അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ, അടിയന്തര സാഹചര്യം ഇല്ല, ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഷഹീദ് നിൽക്കുന്ന പരിസരത്ത് ജനങ്ങളുണ്ട്, അവർ പരിഭ്രാന്തരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വിവരം അവർക്ക് കൈമാറാവുന്നതാണ്. ഏറ്റവും പുതിയതായി അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഷഹീദ്? തീർച്ചയായും ആളുകൾക്ക് തന്നെ വലിയ തോതിൽ പരിഭ്രാന്തി ഇല്ല. പക്ഷേ അസാധാരണമായി സംഭവിച്ചു എന്നതിന്റെ ഒരു ആശങ്ക, അല്ലെങ്കിൽ അതെന്താണെന്ന് വ്യക്തമാകേണ്ടതുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഞാനിപ്പോൾ സാലി ചേച്ചിയുടെ വീട്ടിലാണുള്ളത്. അവരുടെ അമ്മ മേരി അമ്മ ഇവിടെ ഉണ്ട്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ? ഞാൻ ഭയങ്കര ഒരു ഇട്ടി കൊടുക്കണ പൊട്ടി ഭയങ്കര ഒരു കുലുക്കം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പുറത്തെ ആൾക്കാരുണ്ട്, ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചത് എന്തായിരിക്കും കേട്ടതെന്ന്. കുറച്ചപ്പോൾ ഇവള് വിളിച്ചു ഇപ്പോൾ എനിക്ക് പിന്നെ പേടിയായത്. ഇവൾക്ക് മുകളിലേക്ക് ആ ഒച്ച വെക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ഞാൻ കയറിപ്പോയി നോക്കി, ഒന്നും കണ്ടില്ല. പിന്നെ എല്ലായിടത്തും നോക്കിയില്ല ഞാൻ. എത്ര സമയം ഉണ്ടായിരുന്നു? കുറച്ചു നേരം, ഉച്ചനേരം. വിവരം പറഞ്ഞില്ല. ഷാലി ഇങ്ങനെ വിളിക്കാറ് ഫോണിൽ കണ്ടിട്ട്. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഉള്ളൂ. അപ്പൊ എന്താ ഇവിടെ സംഭവം അറിഞ്ഞോന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഞാനിങ്ങനെ കറിക്കരിയാൻ പാവയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ഒരു സൗണ്ട് കേട്ടത്. അപ്പൊ മേലെ എന്തായിന്നുള്ള അറിയില്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് കയറാൻ പറ്റില്ല മേലേക്ക്. അങ്ങനെ എന്നിട്ട് അമ്മ കയറി നോക്കിയെന്നാ പറഞ്ഞേ. അപ്പൊ ഇനി എന്താ സംഭവിച്ചതെന്ന് മേലെ കയറി നോക്കിയാലേ അറിയുള്ളൂ. വീട്ടിന്റെ മുകളിൽ ഷീറ്റ് ഉണ്ടോ? അല്ല, ഷീറ്റില്ല. വീടിന്റെ മേലെ ഷീറ്റ് ഉണ്ട്. തുണി ഇടാനൊക്കെ നമ്മള് അതായിരിക്കും കേട്ടത്. കേട്ടത് അതാണ് പല വീട്ടുകാരും പറഞ്ഞ കാര്യം. വീട്ടിന് മുകളിൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ ആറിടാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റ് പല വീടുകളിലും ഇളകിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ചെറിയ അനക്കം പോലും കേൾക്കുന്നതാണ്. തകരം ഇളകിയാൽ കേൾക്കും. അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യം വീട്ടിലെ മേരി ചേച്ചി പറയുന്നത് അവർ വീട്ടിലിരിക്കുമ്പോഴാണ് ആ ശബ്ദം കേട്ടത്. നിങ്ങൾ ഇവിടെയുള്ള ആളുകളല്ലേ, എന്താ അനുഭവിച്ചത്? എന്താ? ഞങ്ങൾ തൊഴിലുറപ്പ് സ്ഥലത്തായിരുന്നു. പക്ഷെ ഇവിടെയുള്ളവർ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ കുലുങ്ങി, പാത്രം കുലുങ്ങി എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇപ്പോൾ ഓൾറെഡി 2 വീട്ടുകാർ ഇവിടുന്ന് പോയി. ഇപ്പൊ തന്നെ മാറി.